റോട്ടിലൂടെ പോകുന്ന സമയത്ത് തട്ടുകടയിൽ നിന്ന് നല്ല മണം. അയ്യോ! നല്ല മുരിഞ്ഞ പരിപ്പുവടയുടെയും ഉഴുന്നുവടയുടെയും മുട്ടപ്പോണ്ടയുടെ ഒക്കെ മണം കേട്ടപ്പോൾ എന്നെ അങ്ങോട്ടേക്ക് വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പോയില്ല. കാരണം അവിടെ കുറേ ദിവസം പഴകിയ ഓയിലൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ചിന്നൂസിന് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീടെത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ പരിപ്പുവട ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉണ്ടാക്കുകയാണ്. കടലപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് ഇന്ന് പരിപ്പുവട ഉണ്ടാക്കുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഒരു ഗ്ലാസ് പരിപ്പെടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വൃത്തിയായി കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി തൊലിക്കാനൊന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ വെല്ലുള്ളി അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ചെറിയ പീസായി കട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 1 വറ്റൽമുളക്, പിന്നെ ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് 2-3 തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ആ തരിതരിപ്പോടെ കിട്ടണേ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മുൻപ് തന്നെ ഒരു 2-3 ടീസ്പൂൺ കേട്ടോ പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ചൊരു മണത്തിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും. അത് ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അല്ലേ. നാടൻ രുചികൾക്ക് പൊതുവെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ എല്ലാം കൂടെ നല്ലോണം കുഴയ്ക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ഈ സമയത്ത് നമുക്കതെല്ലാം ബാലൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ട് നമ്മുടെ കൈയിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ നമ്മുടെ പരിപ്പുവടയുടെ ഷേപ്പ് കിട്ടും. എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഓവർ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാ ഉരുളയും ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. 2 സൈഡും കളറൊക്കെ മാറി വരുന്ന സമയത്ത് കോരിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. സാമ്പാർ പരിപ്പായതുകൊണ്ട് തന്നെ കടയിൽ പരിപ്പുവടയുടെ ടേസ്റ്റ് ഇല്ലായ്കയൊന്നുമില്ല. രണ്ടും എനിക്കങ്ങനെ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്കത് പ്രത്യേക ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ ചിന്നൂസ് വന്നപ്പോൾ അവൾക്ക് സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ചെറിയ ചെറിയ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പരിപ്പുവടയാണ്. കടയുടെ അത്രയും വലിപ്പമുള്ള അല്ല. അപ്പോൾ അവൾക്കും വല്ലാത്തൊരു ക്യൂരിയോസിറ്റി, എന്താണിത് കുഞ്ഞു കുഞ്ഞു വട എന്ന് പറഞ്ഞിട്ട് അവളത് 2 കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ചായയും പരിപ്പുവടയും അതൊരു അടിപൊളി കോമ്പിനേഷനാണല്ലോ. അപ്പോൾ എന്ത് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പരിപ്പുവടയും ചായയും എനിക്കൊരുപാട് ഇഷ്ടമായി. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെയാണ് ടേസ്റ്റും. അതായത് സാമ്പാർ പരിപ്പാണെന്ന് പറഞ്ഞിട്ട് കടലപ്പരിപ്പ് ഇല്ലാത്തവർ സാമ്പാർ പരിപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. ടേസ്റ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് ചായയും കടിയൊക്കെ കഴിക്കട്ടെ. നിങ്ങളും കഴിക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. താങ്ക് യു.